ഹായ് ഗൈസ്, നമസ്കാരം. ഞാനിപ്പോഴുള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തോപ്രാംകുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. തോപ്രാംകുടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും പരിചയം കാണും. നമ്മുടെ മമ്മൂക്കയുടെ സിനിമയൊക്കെ കാണും. ഒരുപാട് സിനിമകൾ തോപ്രാംകുടി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം സിനിമ മാത്രമല്ല, ജീവിതം. ഇത് സിനിമയല്ല, ജീവിതം. നേരിട്ടുള്ള ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഇത് മനോഹരമായിട്ടുള്ള ഒരു ഏലക്കാടാണ്. ഇവിടുത്തെ കർഷകർക്ക് ഒരു പ്രത്യേകതയുണ്ട്. കൃഷിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇവിടെയുള്ള മനുഷ്യരെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. കാരണം കഠിന അധ്വാനികൾ അതായത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന പ്രായത്തിൽ തൊട്ട് മരണകാലം വരെ ഇവിടെ കിടന്ന് കൃഷിപ്പണി ചെയ്ത് മലയോടും മഞ്ഞിനോടും കാറ്റിനോടും പ്രകൃതിയോടും ഒക്കെ പടവെട്ടി ജീവിക്കുന്ന ആളുകൾ. ഇത് മനോഹരമായ ജാതിത്തോട്ടാണ്. ജാതിക്കാണ് കാണുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ മണ്ണില് 100% പൊന്നു വിളയിക്കുന്ന കഠിന അധ്വാനികളായിട്ടുള്ള ഒരുപറ്റ ആളുകളെയാണ് ഞാനിതിവിടെ കണ്ടുമുട്ടുന്നത്. ഇത് ശരിക്കും പറഞ്ഞ കറ തീർന്ന ഏലക്കാട് തന്നെയാണെന്ന് പറയാം. കാരണം ഇത് റീപ്ലാന്റേഷൻ ആണ് ഇവിടെ മൊത്തം. ഇപ്പം നമ്മൾ ആദ്യം കണ്ട ജാതി എന്നൊക്കെ പറഞ്ഞാൽ 4 വർഷമായിട്ടുള്ളതാണ്. 4 വർഷം ഇവിടെ റീപ്ലാന്റ് നടത്തിയിട്ടെന്ന് ഇവിടുത്തെ ഉടമസ്ഥൻ അവകാശപ്പെടുന്നു. ഈ ഏലം വെച്ചിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. അതായത് തൈ ഏലമാണ്. ചരങ്ങളൊക്കെ ഇങ്ങനെ കുത്തി വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ജലസേചന സൗകര്യം വേണം. ഏലം നടണമെങ്കിൽ നല്ല ജലസേചന സൗകര്യമുണ്ട്. പ്രകൃതി അനുകൂലമാണ്. അതുപോലെ തന്നെ ഈ ഏലച്ചെടിക്കകത്ത് ഒരു കാരണവശാലും പാഴ്ചെടികളൊന്നും മുളച്ചു വരാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിന്റെ തണ്ടെല്ലാം നന്നായിട്ട് ഒരുക്കി കൊടുക്കുക. എപ്പോഴും ഇതേ കളറിൽ തന്നെ ഉണ്ട്. ഇപ്പൊ കണ്ടില്ല, ഇതിന് ചുറ്റുമുള്ള ചരം, അത് ചെറിയ ചരമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലുതാകണമെങ്കിൽ ഒരു 1-2 വർഷം കൂടെ ഒക്കെ വേണം. അപ്പോഴത്തേക്കും ഇതിന്റെ ഈ ചിമ്പെല്ലാം അങ്ങോട്ട് കുത്തി ഇതിങ്ങനെ വലുതാവും. എന്നിട്ട് ഇതിന്റെ ചരമെല്ലാം കൂടെ നീണ്ടു ഒരു ചരം, ഞാനിപ്പോ കൈകൊണ്ട് പൊക്കിയ പോലെയുള്ള ഒരു ചരം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെടുത്താൽ പൊങ്ങത്തില്ല. അത്രയും ഏലക്ക ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ കഠിനമായിട്ടുള്ള പ്രയത്നം ആവശ്യമാണ്. ഞാൻ പറഞ്ഞ സമയത്തിന് ജലസേചനം വേണം. അതുപോലെ തന്നെ സമയത്തിന് വളം 15 ദിവസത്തിൽ 1 വെച്ച് വളം ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മഴയില്ലാത്ത സമയത്ത് നന വേണം. ഇതിന്റെ തണ്ടുതുരപ്പം പോലുള്ള പുഴുക്കളുണ്ട്. അതിന്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മരുന്നടിച്ചു കൊടുക്കണം. തവള ശല്യമുണ്ട്, അതിൽ നിന്ന് മരുന്നടിച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് 100% പൊന്ന് വിളയിക്കാൻ പറ്റുള്ളൂ. അതായത് അങ്ങോട്ട് കൊടുത്താൽ കൊടുക്കുന്നതിന്റെ ഇരട്ടി മണ്ണ് നമുക്ക് തിരിച്ചു തരും. 100 മേനിയായിട്ട് ഫലം തരുമെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. കാരണം ഇന്നത്തെ തലമുറകൾക്കിടയിൽ എങ്ങനെയും 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. വിദേശത്ത് എവിടെയെങ്കിലും സെറ്റിൽഡാണ് ആ ഒറ്റ വിചാരം മതി. പക്ഷെ അവരെയും കുറ്റം പറയുന്നില്ല കേട്ടോ, കുറ്റം പറയുന്നില്ല. പക്ഷെങ്കിൽ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും 100% മണ്ണിനെ സ്നേഹിക്കുന്ന, മണ്ണിന്റെ മണമുള്ള കർഷകർ ഇപ്പോഴും നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അഭിമാനകരമായ കാര്യം. കാരണം ഇതിൻ്റെ അപ്പുറം തേയിലക്കാടുകളുണ്ട്. അങ്ങോട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പോകാം. പക്ഷെ ഇപ്പോഴും നമുക്കിവിടെ തൽക്കാലം ഇതൊക്കെ കാണാം. കണ്ടില്ലേ എത്ര മനോഹരമായ ജാതിച്ചെടിയാണ് നിൽക്കുന്നതെന്ന്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 1-1.5-2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സ്വർണ്ണവർണ്ണമായിട്ടുള്ള കായ്കൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കും. കാരണം അവരതുപോലെ കഠിന അധ്വാനം ചെയ്യുന്നവരാണ്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള കർഷകർ നമ്മുടെ മണ്ണിലുണ്ടാകട്ടെ. മണ്ണിൽ നിന്നും കർഷകര് വംശനാശം വന്ന് പോകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ തൽക്കാലത്തേക്ക് ടാറ്റാ, ബൈ ബൈ, സീ യു.